ഞാൻ എന്ത് പറഞ്ഞാലും ആ മനുഷ്യൻ കേൾക്കില്ലാത്ത അവസ്ഥയിലേക്ക് വന്നേക്കുക. ഓരോ പ്രശ്നത്തിൽ പോയി ചാടുകയും ചെയ്യും, അവസാനം എൻ്റെ മുന്നിൽ വന്ന് കരയുകയും ചെയ്യും. ഇതെല്ലാം ഞാൻ തന്നെയല്ലേ കാണേണ്ടത്? അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ഇന്നേ വരെ കേട്ടിട്ടുണ്ടോ? കേൾക്കാതിരുന്നതൊക്കെ പോയി കുഴി ചാടിയിട്ടുമുണ്ട്. അച്ഛനും കണക്കാം, മോനും കണക്കാം, മരുമോളത്ര പ്രശ്നമില്ല, രണ്ടുപേരും കണക്കാം. ഇതെല്ലാം സഹിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരാളിങ്ങനെ ഉണ്ടല്ലോ. സീതാമോ, കുഴപ്പത്തച്ഛൻ ഭയങ്കര സങ്കടത്തിലാണ്. ഞാനും ഭയങ്കര സങ്കടത്തിലാ. കുഴപ്പത്തച്ഛന് മാത്രമേ സങ്കടമുള്ളൂ. എടാ, എന്തിനാ ജനാർദ്ദന് സങ്കടം? അതിപ്പം നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ നടക്കുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാതെ സങ്കടം വരുമല്ലോ. എടാ, അതെന്തുവാ കാര്യം എന്നായി ചോദിക്കുന്നേ? വീട് പുതുക്കി പണിയാൻ ഏൽപ്പിച്ച ആള് ശരിയല്ല എൻ്റെ അമ്മേ. അയ്യോ സീതാമോ, കുഴപ്പത്തച്ഛൻ പറയുന്നതിലും കുറച്ച് കാര്യങ്ങളൊക്കെ ഇല്ലേ? ഇപ്പൊ ഞാൻ പറയുന്നതിൽ കാര്യമില്ലേ? കേശു അങ്ങനെ ഒരാളുടെ ഭാഗം മാത്രം നോക്കി സംസാരിക്കല്ലേ. അല്ലല്ലോ, ഒരാളുടെ ഭാഗം മാത്രം കേട്ട് സംസാരിക്കാൻ ഞാൻ ഇൻഫ്ലുവൻസറാ. അതല്ല, இந்த வீடெல்லாம் கட்டணும்னா நம்ம நல்ல ஆளை தான் ஏற்பாடு செய்யணும். വേണ്ടേ, നല്ല ആളെ ഏർപ്പാട് ചെയ്യണ്ടേ? ഇത് നല്ല ആളല്ല എന്ന് പറഞ്ഞാണ് ഈ പ്രശ്നം. ഇതിപ്പോ ആരെയാ ഏൽപ്പിച്ചത്? ഭീമൻ. ഭീമനോ? ഭരതന്റെ അനിയൻ ഭീമൻ. പേരില് മാത്രമേ ഉള്ളൂ ഭീമൻ. അല്ല, ഭരതന്റെ അനിയൻ ഭദ്രൻ, ഭദ്രന്റെ അനിയൻ ഭീമൻ. ഇതിപ്പോ ബന്ധമാണോ പ്രശ്നം, ഇവിടുത്തെ കാര്യമാണോ പ്രശ്നം? ഇവിടുത്തെ കാര്യമാണ് പ്രശ്നം. എന്തൊക്കെയാ പറയുന്നത് അമ്മേ? പരിചയത്തിന്റെ പുറത്ത് എല്ലാ കാര്യങ്ങളും ചേട്ടനെ ഏൽപ്പിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അങ്ങനെ ചേട്ടന്റെ പരിചയത്തിന്റെ പുറത്ത് ഒരുത്തനെ ഏൽപ്പിച്ചേക്കുക ഈ വീട് പണി. അവൻ ഒരു പുണ്ണാക്കും അറിയത്തില്ലെന്നേ. അല്ലെന്ന്, ഈ പരിചയത്തിന് പുറത്ത് ഏൽപ്പിക്കുന്നത് നല്ല കാര്യമല്ലേ? ആണോ? അത്ര നല്ല കാര്യ? പിന്നെ എനിക്ക് നിന്നെ നല്ല പരിചയമുണ്ട്. ഒരു കാര്യം ചെയ്യും, 3 നാളെ മുതല് ആ വീടിന്റെ പുതുക്കി പണിയുന്ന കാര്യമല്ലേ ഏറ്റെടുക്കുക. അല്ല, എനിക്ക് പരിചയമുണ്ടല്ലോ. എനിക്ക് പണി അറിഞ്ഞോളൂ. പണി അറിയില്ലല്ലോ? ഇല്ല. ഇതേ ഞാൻ പറഞ്ഞുള്ളൂ, ആ പറഞ്ഞവന് പണി അറിയില്ല. അല്ലെന്ന്, ആ പറഞ്ഞവ എന്തോ 6 7 വീടും കണ്ട കെട്ടിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത്. 7 വീട് കെട്ടിയിട്ട് കാര്യമുണ്ടോ? ഇവിടെ കെട്ടിയ വീടിന്റെ മേൽക്കൂര മുഴുവൻ ചോർന്നൊലിക്കാടാ. ചോർന്നൊലിക്കാത് ഓല വെച്ച് പണിഞ്ഞ വീടാ? എടാ, ഓല വെച്ച വീടല്ലേ ചോർന്നൊലിക്കുള്ളൂ. കോൺക്രീറ്റ് കൊണ്ട് പണിത വീട് ചോർന്നൊലിക്കുവോ? എടാ, ഇവൻ പണിത എല്ലാ കോൺക്രീറ്റ് വീടുകളും ചോർന്നൊലിച്ചോണ്ടിരിക്കുക. അപ്പൊ അവന്റെ ആ പണി ഏൽപ്പിക്കാവോ? പാടില്ല. ഇതേ ഞാൻ പറഞ്ഞുള്ളൂ. ஐயோ, அந்த மாதிரி ஆளையெல்லாம் ஏற்பாடு செய்தா நம்ம காசு போகும்ல. കാശ് പോകുന്നേ. അല്ല, പക്ഷെ അങ്ങനെ കാശ് പോകുന്നൊരു പരിപാടിക്ക് ആരെങ്കിലും അറിഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്യും? ആരെങ്കിലും അറിഞ്ഞുകൊണ്ട് നിൽക്കത്തില്ല, ഒരാൾ അങ്ങനെ നിൽക്കും. ആര്? എന്റെ ഭർത്താവ്, റിട്ടയർഡ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഓഫ് KCB ജനാർദ്ദനൻ. അത്രക്കാരെയൊന്നും പണി ഏൽപ്പിക്കാൻ പറ്റത്തില്ല. അത് നിങ്ങൾക്ക് മനസ്സിലായേ? പക്ഷെ അങ്ങാർക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് മനസ്സിലായി. മനസ്സിലായോ? അപ്പൊ ഞാനത് പോയി മനസ്സിലാക്കി കൊടുക്കണം. സിമ്പിൾ പരിപാടിയല്ലേ? സിമ്പിൾ പരിപാടിയാ. ഞാൻ ആദ്യം അവിടുത്തെ മാത്രമേ പകുതി കേട്ടുള്ളൂ. അതെ, ഇപ്പൊ ഇവിടുത്തെ പകുതി കേട്ട്. ഇപ്പൊ എന്റെ ഭാഗത്ത് ശരിയുണ്ടെന്ന് നിനക്ക് മനസ്സിലായില്ലേ? ഇവിടെ ശരിയുള്ളൂ. അപ്പൊ നീ ഒരു കാര്യം ചെയ്യേ, നീ അദ്ദേഹത്തിനോട് ചെന്ന് പറയണം ഞാൻ ഇങ്ങനെ പറഞ്ഞു. ഓക്കെ, ഇപ്പൊ കാര്യകാരനെല്ലാം മനസ്സിലായല്ലോ. എന്നാ വേഗം ചെല്ല്. ഓക്കെ, ആ പോട്ടെ. ഈ വട്ടെങ്കിലും സീതയുടെ വാക്കിനൊരു വിലയുണ്ടോന്ന് എനിക്കൊന്ന് അറിയണം. അല്ല, ഇങ്ങനെയുള്ളവരെയൊക്കെ പണി ഏൽപ്പിച്ച എങ്ങനെ ശരിയാവും? ശരിയാവത്തില്ലമ്മേ, അതല്ലേ ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നേ. ഇത് മനസ്സിലാവേണ്ടേ ഇങ്ങേർക്ക്? അപ്പൊ സീതയുടെ ഭാഗത്ത് തന്നെ ശരി. എന്റെ ഭാഗത്ത് തന്നെ എപ്പോഴും ശരി. ഇങ്ങനെ ചോർന്നൊലിക്കുന്ന വീട് അങ്ങനെ കൊടുക്കാൻ ഇല്ല, സോൾവ് ആയില്ല. പക്ഷെ ഇപ്പൊ സോൾവ് ആവും. സംഭവം എന്തിനാ പറ്റിയെന്നറിയോ? എന്റെ ഭാഗത്താണ് തെറ്റ്. ഞാൻ ഒരാളുടെ ഭാഗം മാത്രം കേട്ടുകൊണ്ട് ഞാൻ അവിടെ സംസാരിക്കാൻ പോകാൻ പാടില്ലായിരുന്നു. ഇപ്പൊ ഞാൻ അവിടെ പോയി കേട്ടപ്പോഴാണ് അവിടാണ് കറക്റ്റ്. ഇപ്പം നേരെ നില്ലുന്നു, സംസാരിക്കുന്നു, ഇപ്പൊ തീരും പ്രശ്നം. ശരി, ഓക്കെ. എന്തുപറ്റി? ഒന്നുമില്ല. അച്ഛൻ ഇട്ടിരിക്കണ് അവിടെ പോയാ? ഇവിടെ അല്ലായിരുന്നു നേരത്തെ? അങ്ങോട്ട് പോയി. സോ ഫാസ്റ്റ്. അപ്പൊ അച്ഛൻ പറഞ്ഞ് അത് ശരിയാവില്ല, ഇതാണ് അതിന്റെ ശരിയെന്ന്. ഇത്രയുമാണ് ഇവിടെ സംഭവിച്ചത്. ഇനി പറ, ഇത്രയും കേട്ടിടത്തോളം മോള് പറ, ആരുടെ ഭാഗത്താണ് ന്യായം? അച്ഛാ, ഞാൻ ഒരു സത്യം പറയട്ടെ? സത്യം മാത്രമേ ഈ കാര്യത്തിൽ പറയാൻ പാടുള്ളൂ. പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. ഒന്നും അല്ല, ഇത്രയും പ്രായമില്ലാത്ത കൊച്ചിനോട് കാര്യങ്ങൾ പറഞ്ഞാൽ എങ്ങനെയാണ് മനസ്സിലാവണത്? അത് സാരല്ല. എന്നാലും ആരുടെ ഭാഗത്താണ് ന്യായം? അച്ഛന്റെ ഭാഗത്തല്ലേ ന്യായം? അതേന്ന് പറഞ്ഞു. അതെ, മോക്ക് ഒരേ കാര്യങ്ങൾ മനസ്സിലായി, എന്നിട്ടും എന്റെ ഭാര്യക്ക് മനസ്സിലായിട്ടില്ല. എന്താണെന്ന് നോക്ക്.
തോറ്റ് തുന്നം പാടിയിട്ടുള്ള വരവാണെന്ന് തോന്നുന്നു. അല്ല ജോ അങ്ങനൊന്നുമില്ല. ഇവിടുത്തെ ജോ ഞാനൊരു കാര്യം പറയട്ടാ. ഞാൻ നമ്മുടെ സീതാമ്മയായിട്ട് സംസാരിച്ച്. ഇപ്പോൾ സീതാമ്മ പറയണ എന്തെന്ന് വെച്ചാല് നമ്മൾ ഈ പറഞ്ഞ ഭീമന് പണി അറിഞ്ഞൂടാ എന്നാണ്. അവൾ അങ്ങനെ പറഞ്ഞ? ആ പറഞ്ഞാൽ നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ലല്ലോ. ഇപ്പൊ പണി അറിയാത്താക്ക് നമുക്ക് വെറുതെ കൊണ്ട് വീടിന്റെ പണി കൊടുക്കണോ? പണി അറിയാവുന്ന ആർക്കെങ്കിലും കൊടുത്താൽ പോരെ? എടാ അവൻ പണിതേക്കണ എത്ര വീടുകള് പുതിയ ട്രാൻസ്ഫോമർ പോലെ ചെത്തായിട്ട് അവിടെ നിൽക്കുന്നു. ആ ഇതന്നെ സീതാമ്മൻ പറഞ്ഞത്. ഈ പണിഞ്ഞ വീടൊക്കെ ഈ ട്രാൻസ്ഫോമർ മഴ നനയുമ്പോ നനയും പോലെ നനയുന്നുണ്ടെന്ന്, ചോറ് നൊലിക്കണമെന്ന്. എടാ സീതയുടെ അറിവില്ലായ്മയാണ്. ഞാനൊരു കാര്യം പറയട്ടെ, ഒരു വീട് പണിയുമ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് എന്താണ്? പൈസ. പൈസ വേണം. ഓ പൈസ കൊണ്ടാണല്ലോ നമ്മൾ മെറ്റീരിയൽ എടുക്കുന്നത്. അതെ. ഒരു വീടുകളുടെ മെയിൻ അടിത്തറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയലാണ്. ജനാർദ്ദന, ആ പണിക്കാരൻ കൊള്ളത്തില്ലെങ്കിൽ വേറൊരാളിനെ വെച്ചാ പോരെ, പ്രശ്നം തീർന്നില്ലയോ? ഓ സീത അപ്പൊ പറഞ്ഞ അമ്മയെയും മാറ്റി. ഭയങ്കര സാധനം ഉണ്ടവള്. അല്ല, സീത പറഞ്ഞപ്പോ ഞാനൊരു അഭിപ്രായം പറഞ്ഞെന്നേ ഉള്ളൂ. അമ്മ ആ അഭിപ്രായം ഇവിടെ വേണ്ട, നമുക്ക് കേൾക്കണ്ട. ഞാൻ കാര്യത്തിലേക്ക് വരാം. ആ അതെ അമ്മമ്മ, ഞാൻ ഈ കാര്യം ഡീൽ ചെയ്തോണ്ടിരിക്കില്ല. ഞാൻ സ്മൂത്തോടെ ഡീൽ ചെയ്തോളാം. അച്ഛൻ എന്തോ പറഞ്ഞാല് ഒരു വീടിന്റെ അടിത്തറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റീരിയലാണ്. ആ മെറ്റീരിയലിൽ പാളിപ്പോയി കഴിഞ്ഞാൽ വീട് ചോർന്നൊലിക്കും, ചിലപ്പോ ഇടിഞ്ഞു വീഴും. ശരിയല്ലേ? അതിന് പണിക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇല്ല, കാര്യമില്ല. ഇതാണ് ഇവിടെ സംഭവിച്ചത്. ഭീമന്റെ കുഴപ്പമല്ല, മെറ്റീരിയലിന്റെ കുഴപ്പമാണ്. ഈ മെറ്റീരിയൽ എടുക്കണത് ആര്? ഈ പറഞ്ഞ ഭീമനല്ലേ? ഭീമനല്ല, ആ വീട്ടുകാരാണ് എടുത്തു കൊടുത്തത്. അവർക്ക് അവിടെയാണ് പാളിപ്പോയത്. ഇവിടെ അങ്ങനെ സംഭവിക്കില്ല. കാരണം എന്താണ്? ഞാൻ നേരിട്ട് പോയാണ് മെറ്റീരിയൽ എടുക്കുന്നത്. ആ അതങ്ങനെ വരട്ടെ. ഇപ്പോഴാണ് എനിക്ക് പിടി കിട്ടിയത്. നിനക്ക് പിടികിട്ടില്ലേ? ഇത് അവക്ക് പിടികിട്ടുന്നില്ല. നീ ഒന്ന് സീതനോട് ചെന്ന് പറ ഇതാണ് കാര്യമെന്ന്. മറ്റൊരാൾ പറഞ്ഞാൽ അവക്ക് മനസ്സിലാവുമെന്ന് നമുക്കൊന്ന് നോക്കണമല്ലോ. ഉറപ്പല്ലേ? സത്യം പറഞ്ഞാൽ കുഴപ്പമില്ലാത്ത ഈ കാര്യം എന്നോട് 5 മിനിറ്റ് മുമ്പ് പറഞ്ഞായിരുന്നെങ്കിൽ ഞാൻ നേരത്തെ പോയപ്പോ ഇത് കൂടെ കണക്ട് ചെയ്തൊക്കെ പറഞ്ഞ് ഫുള്ള് ഡീൽ ചെയ്തന്നെ. സാരില്ല, ഇപ്പൊ പോയി പറഞ്ഞാ മതി. ഓക്കെ, ഇപ്പൊ ചെന്ന് പറയാം. ഈ നിസ്സാര കാര്യത്തിനൊക്കെ 5 മിനിറ്റ്. എന്തായാലും അവക്ക് പിടികിട്ടിയില്ലെങ്കിലും അവന് പിടികിട്ടിയല്ലോ, അത് മതി സമാധാനം. അമ്മക്ക് പിടികിട്ടിയോ? ഏതാണ്ടൊക്കെ. അപ്പോഴും ഏതാണ്ടേ ആയിട്ടുള്ളൂ. മോക്ക് പിടികിട്ടിയോ? പിന്നെ കൊച്ചിന് വരെ പിടികിട്ടി. എന്നിട്ട് മെറ്റീരിയലിന്റെ കാര്യം പറയുന്നു, ഡീലായി. സോൾവ് ആയോ? സോൾവ് ആയോ? ഇല്ല, ഇപ്പൊ സോൾവ് ആവും. 2 മിനിറ്റ് കേസോടെ ഉള്ളൂ. സംഭവം എന്താ പറ്റിയെന്നറിയൂ? നമ്മൾ നേരത്തെ ഈ ഭീമമാമന്റെ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ടാണല്ലോ പോയത്. പക്ഷെ ഭീമമാമന്റെ അല്ല പ്രശ്നം, ഈ വീട് ചോർന്നൊലിക്കാനേ മെറ്റീരിയലിന്റെയാണ് പ്രശ്നം. അതിപ്പോ ചെന്ന് ഞാൻ ഇവിടെ പ്രശ്നം സോൾവ്. ഇത് ഇവിടെ നിർത്തിക്കൂടെ? അതങ്ങനെയാ? ഇതിപ്പോ അവിടെ ചെന്ന് പറഞ്ഞാൽ പ്രശ്നം സോൾവ് ആയി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിർത്താമല്ലോ എനിക്ക്. സീതാമ്മ എവിടെ? കിച്ചണിൽ തന്നെ ആണല്ലോ, അവിടെ നിന്ന് പോയിട്ടില്ലല്ലോ. ഓക്കെ.